നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ജയ്ഷ് നാവായിക്കുളം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വീക്കിലെ പ്രധാന ആനുകാലിക ചോദ്യങ്ങളാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ശരിയെങ്കിൽ നമുക്ക് എന്തായാലും ആദ്യ കോണ്ടന്റിലോട്ട് പോകാം. ജനുവരി 15 പ്രത്യേകത എന്താണ്? നമുക്കറിയാം, ദേശീയ യുവജന ദിനം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക ജനുവരി 15 സ്വാമി വിവേകാനന്ദൻ ജനിച്ചിരിക്കുന്നതാണെങ്കിൽ 1863 അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ യുവജന ദിനമായിട്ട് നാം എല്ലാവരും ആചരിക്കുന്നത്. എങ്കിൽ ജനുവരി 15 മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യൻ ആർമി ഡേ അഥവാ ഇന്ത്യൻ കരസേനാ ദിനം. കരിയപ്പ, അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കരസേനാ മേധാവി കരിയപ്പ സ്ഥാനമേറ്റതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ജനുവരി 15 കരസേന ദിനമായിട്ട് ആചരിക്കുന്നത്. എങ്കിൽ നിലവിലെ കരസേനയുടെ മേധാവി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക ഉപേന്ദ്ര ദ്വിവേദി. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് നിലവിലെ കരസേനയുടെ മേധാവി എന്ന് പറയുന്നത്. ഇവിടെ ഈ വർഷം 2025 കരസേനാ ദിനത്തിൻ്റെ പ്രമേയം നിങ്ങൾ ഓർത്തു വച്ചിരിക്കണം. സമർത്ഥ് ഭാരത് സാക്ഷം സേന. സമർത്ഥ് ഭാരത് സാക്ഷം സേന എന്നതാണ് 2025 കരസേനാ ദിനത്തിൻ്റെ പ്രമേയം. എങ്കിൽ ഈ വർഷം 2025 കരസേനാ ദിനത്തിന് വേദിയാകുന്ന നഗരമാണെങ്കിൽ പൂനെ എന്ന് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുക, പൂനെ. അടുത്തതായിട്ട് ജനുവരി 15 മറ്റൊരു പ്രത്യേകത നമുക്കറിയാം. ഈ പറയുന്ന വിക്കിപീഡിയ സ്ഥാപിതമായിരിക്കുന്ന വർഷം 2001 ജനുവരി 15 ആ ദിവസം നമ്മൾ വിക്കിപീഡിയ ദിനമായിട്ട് ആചരിക്കുന്നു. എങ്കിൽ വിക്കിപീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം രൂപീകൃതമായത് 2001 ആരാണ് സ്ഥാപിച്ചിരിക്കുന്നത്? 2 വ്യക്തികൾ ചേർന്ന്, ജിമ്മി വെയിൽസും അതുപോലെ ലാറി സാങ്ങറും. ജിമ്മി വെയിൽസും ലാറി സാങ്ങർ എന്നീ 2 വ്യക്തികൾ ചേർന്നാണ് വിക്കിപീഡിയ രൂപീകരിച്ചിരിക്കുന്നത്. ഇനി പാലിയേറ്റീവ് കെയർ ദിനം അതും ജനുവരി 15 എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ അത് കേരളമാണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. ഇനി അടുത്തതായി മറ്റൊരു ചോദ്യത്തിലോട്ടാണ് ഞാൻ കിടക്കുന്നത്. 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ജമ്മു കാശ്മീരിലെ തുരങ്കത്തിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് സോനാമാർഗ് തുരങ്കം എന്നാണ്. 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന തുരങ്കത്തിൻ്റെ പേരാണെങ്കിൽ സോനാമാർഗ് തുരങ്കം എന്ന് നിങ്ങൾ ഓർത്തു വച്ചിരിക്കുക. ഇനി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിന് വേദിയായിരിക്കുന്നതാണെങ്കിൽ കൊല്ലത്താണ്. ഈ കലോത്സവത്തിൽ വിജയിച്ചിരിക്കുന്ന ജില്ലയാണെങ്കിൽ അത് വയനാടാണ്. എങ്കിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന 6ാമത് ബഡ്സ് കലോത്സവത്തിന് വേദിയായിരിക്കുന്നത് കൊല്ലം, വിജയിച്ചിരിക്കുന്നതാണെങ്കിൽ വയനാടാണ്. കലാമണ്ഡലത്തിലെ ചരിത്രത്തിലെ ആദ്യ മലയാളി നൃത്ത അധ്യാപകനായിട്ട് നിയമിതനായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ RLV രാമകൃഷ്ണൻ. ഈ പറയുന്ന കലാമണ്ഡലത്തിൻ്റെ നിലവിലെ ചാൻസലറിൻ്റെ പേരാണെങ്കിൽ മല്ലിക സാരാഭായി ആണ് നിലവിലെ കലാമണ്ഡലത്തിൻ്റെ നിലവിലെ ചാൻസലർ എന്ന് പറയുന്നത്. 2023 മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മികച്ച പോലീസ് സ്റ്റേഷന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയ പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ എന്ന് ഓർത്തു വച്ചിരിക്കുക. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ, നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യയിലെ മികച്ച പോലീസ് സ്റ്റേഷന് ഒരു അവാർഡ് നൽകാറുണ്ട്, ഒരു പുരസ്കാരം നൽകാറുണ്ട്. ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ്. ഇന്ത്യയിലെ മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷൻ ഏതെന്ന് വെച്ചാൽ ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ്, പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മറ്റൊരു പുസ്തകത്തിൻ്റെ പേരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോണ്ടൻ്റാണ്. ഡെമോക്രൈസിസ് എന്ന പുസ്തകത്തിൻ്റെ ഉപജ്ഞാതാവാര് അല്ലെങ്കിൽ ആ പുസ്തകം എഴുതിയിരിക്കുന്നതാര്? ഡെമോക്രൈസിസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നതാണെങ്കിൽ ജോസഫ് എം പുതുശ്ശേരിയാണ് ഡെമോക്രൈസിസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം നമ്മുടെ കേരള നിയമസഭയിലെ മുൻ മെമ്പറാണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകം എഴുതിയിരിക്കുന്നതാര്? നമ്മുടെ നിലവിലെ കേരളത്തിൽ നിന്നുള്ള MP ആയ K രാധാകൃഷ്ണൻ്റെ ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക്കേഷൻ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഉയരാം ഒത്തുചേർന്ന് എന്ന് പറയുന്നത്. ഉയരാം ഒത്തുചേർന്ന്. നമുക്കറിയാം, നിലവിൽ അദ്ദേഹം MP ആണ്. ഏത് മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ലോക്സഭയുടെ ഭാഗമായിരിക്കുന്നത്? അദ്ദേഹം ആലത്തൂർ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് ലോക്സഭയുടെ ഭാഗമായിരിക്കുന്നത്. 15ാം കേരള നിയമസഭ
ആ ഒരു നിയമസഭ വന്നപ്പോൾ അദ്ദേഹം കെ രാധാകൃഷ്ണൻ ചേലക്കര എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നുകൊണ്ടാണ് നിയമസഭയുടെ ഭാഗമായത്. സോ അദ്ദേഹം ലോക്സഭ ഇലക്ഷനിൽ നിന്നപ്പോൾ അവിടെ നിന്ന് രാജിവെക്കുകയും അദ്ദേഹം MLA എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും തെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭ മെമ്പർ ആകുകയും ചെയ്തു. സോ നിലവിൽ ചേലക്കരയിൽ ഒരു ബൈ ഇലക്ഷൻ നടന്നപ്പോൾ അവിടെ വിജയിച്ചത് ആരാണ്? ബൈ ഇലക്ഷനിൽ ചേലക്കരയിൽ നിന്ന് വിജയിച്ചിരിക്കുന്നതാണെങ്കിൽ നമുക്കറിയാം UR പ്രദീപാണ്. UR പ്രദീപ്. അതേസമയം പാലക്കാടിലും ഒരു നിയമസഭ ബൈ ഇലക്ഷൻ നടന്നു, അവിടെ നിന്നും വിജയിച്ചിരിക്കുന്നതാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടം. എങ്കിൽ 2024 കേരളത്തിൽ ലോക്സഭ ബൈ ഇലക്ഷനിൽ വിജയിച്ചതാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയാണെന്ന് ഓർത്തു വച്ചിരിക്കുക. പ്രിയങ്ക ഗാന്ധി. അടുത്തിടെ നമ്മുടെ നിലമ്പൂർ MLA, കേരളത്തിലെ നിലമ്പൂർ MLA രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് PV അൻവർ എന്ന് മനസ്സിലാക്കിയിരിക്കുക. PV അൻവർ ആണ് അടുത്തിടെ രാജിവെച്ചിരിക്കുന്ന നിലമ്പൂർ MLA. ഇനി മറ്റൊരു ഡോക്യുമെൻ്ററിയുടെ ഒരു പേരാണ്. ഡോക്യുമെൻ്ററിയുടെ പേര് ഇങ്ങനെയാണ്, കാവേരി റിവർ ഓഫ് ലൈഫ്. കാവേരി റിവർ ഓഫ് ലൈഫ്, അതായത് കാവേരി നദിയെക്കുറിച്ച് അടുത്തിടെ 2025 പ്രകാശനം ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് കാവേരി റിവർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം, സർക്കാരിൻ്റെ ആദ്യ ടർഫ് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ആദ്യ ടർഫ് നിർമ്മിച്ചിരിക്കുന്ന ആലപ്പാട് പഞ്ചായത്തിലാണ്. ആലപ്പാട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊല്ലത്താണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. കൊല്ലത്തെ ആലപ്പാട്ടിലാണ് നിലവിലെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ ടർഫ് വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം, അടുത്തിടെ ആരംഭിച്ച ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അടുത്തിടെ ആരംഭിച്ചിരിക്കുന്ന മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ തെലങ്കാനയിലെ നിസാമാബാദിലാണ്. തെലങ്കാനയിലെ നിസാമാബാദ്. ഇവിടെ ഈ ഒരു ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആണെങ്കിൽ പെല്ല ഗംഗാ റെഡ്ഡി. അദ്ദേഹത്തിൻ്റെ പേര് പെല്ല ഗംഗാ റെഡ്ഡി എന്നാണ്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം. അന്തർദേശീയ കള്ളപ്പണം തടയുവാൻ വേണ്ടി ആദ്യമായിട്ട് സിൽവർ നോട്ടീസ് പുറത്തുവിട്ട സംഘടന ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക ഇന്റർപോൾ എന്നാണ് കേട്ടോ. അതിൻ്റെ പേര് ഇന്റർപോൾ എന്നാണ്. ക്ലിയർ? 2025 ജനുവരി നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ഇൻസ്പെക്ടർ ജനറലായിട്ട്, ചോദ്യം നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക, 2025 ജനുവരി നാഷണൽ ടൈഗർ കൺസൾട്ടേഷൻ അതോറിറ്റിയുടെ ഇൻസ്പെക്ടർ ജനറലായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ സഞ്ജയൻ കുമാർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജയൻ കുമാർ എന്നാണ്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബിന് പ്രധാനമന്ത്രി അടുത്തിടെ തറക്കല്ലിട്ടിരിക്കുന്നതാണെങ്കിൽ വിശാഖപട്ടണത്തിലാണ് കേട്ടോ. വിശാഖപട്ടണം. DRDO, നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന അടുത്തിടെ വികസിപ്പിച്ചിരിക്കുന്ന മൾട്ടി ലൈനർ വസ്ത്ര സംവിധാനത്തിൻ്റെ പേരെന്ത്? വസ്ത്ര സംവിധാനമാണ്. അതിൻ്റെ പേര് ഹിം കവച്ച് എന്നാണ് കേട്ടോ. ഹിം കവച്ച്, അതായത് കഠിനമായിട്ടുള്ള കാലാവസ്ഥയിലും മഞ്ഞു മൂടിയ കാലാവസ്ഥയിലും അതിജീവിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം അടുത്തിടെ DRDO ഡെവലപ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേര് ഹിം കവച്ച് എന്നാണ്. മറ്റൊരു ചോദ്യം, പൊതുമേഖലാ ബാങ്കുകൾ, പബ്ലിക് സെക്ടേഴ്സ് ബാങ്കുകൾ ലേലത്തിന് വയ്ക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഈ ലേലത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച നവീകരിച്ച പോർട്ടലിൻ്റെ പേരാണെങ്കിൽ ബാങ്ക് നെറ്റ് എന്നാണ് കേട്ടോ. ബാങ്ക് നെറ്റ് എന്നാണ്. അതായത് പബ്ലിക് സെക്ടർ ബാങ്ക്സിന് കീഴിലുള്ള ഈ വസ്തുക്കൾ എല്ലാം ഓപ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി, ലേലം ചെയ്യുന്നതിന് വേണ്ടി ഒരു പോർട്ടൽ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണെങ്കിൽ ബാങ്ക് നെറ്റ് എന്ന് ഓർത്തു വച്ചിരിക്കുക. ബാങ്ക് അസറ്റ് ഓപ്ഷൻ നെറ്റ്വർക്ക് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ബാങ്ക് അസറ്റ് ഓപ്ഷൻ നെറ്റ്വർക്ക്. ഇനി മറ്റൊരു ചോദ്യമാണ്, ഇതെവിടെ നോക്കി, ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഘമായ മഹാകുംഭമേളയ്ക്ക് അടുത്തിടെ വേദിയായതാണെങ്കിൽ പ്രയാഗ്രാജിലാണ്. പ്രയാഗ്രാജിലാണ് വേദിയായിരിക്കുന്നത്. ഇനി മറ്റൊരു ഫെസ്റ്റിവലാണ്, ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ലോഹ്രി നാടോടി ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പഞ്ചാബിലാണ് കേട്ടോ. ലോഹ്രി നാടോടി ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം നമ്മുടെ പഞ്ചാബിലാണ്. എങ്കിൽ ബോഗാലി ബിഹു അല്ലെങ്കിൽ മാഘ് ബിഹു എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ അസമാണ്. ബോഗാലി ബിഹു അഥവാ മാഘ് ബിഹു എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ അസമിലാണ്. ഇനി മറ്റൊരു അപ്പോയിൻമെൻ്റ് ആണ്, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഭുവനേഷ് കുമാറാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ആധാറിൻ്റെ നമ്പറിനെയാണ്
ഈ പറയുന്ന യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എത്ര ഡിജിറ്റുകളാണുള്ളത്? 12 ഡിജിറ്റുകളാണ് അതിലുള്ളത്. ഓക്കെ, അതുപോലെ നമ്മുടെ ആധാറിനൊരു ലോഗയുണ്ട്. ആ ലോഗയുടെ പേര് മഞ്ഞ സൂര്യനും നടുവിൽ ഒരു വിരലടയാളവും, അല്ലേ? മഞ്ഞ സൂര്യനും ഒരു വിരലടയാളവുമാണ് നമ്മുടെ ആധാറിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. ഈ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണെങ്കിൽ, അത് രൂപകൽപ്പന ചെയ്ത വ്യക്തിയുടെ പേരാണെങ്കിൽ അതുൽ സുധാകർ റാവു എന്നാണ്. അതുൽ സുധാകർ റാവു. അദ്ദേഹത്തിന് നമ്മുടെ സർക്കാർ 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി 2025 ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. കൈറ്റ് ഫെസ്റ്റിവൽ 2025 വേദിയായിരിക്കുന്നതാണെങ്കിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. എങ്കിൽ ഇന്ത്യയിലെ തീരദേശ പക്ഷികളുടെ സെൻസസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഗുജറാത്താണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് തീരദേശ പക്ഷികളുടെ സെൻസസ് നടപ്പിലാക്കിയിരിക്കുന്ന സംസ്ഥാനം അതെവിടെയാണ്? ഗുജറാത്തിലാണ്. ദേശീയ പക്ഷി ദിനം എന്നാണെന്ന് അറിയാലോ, അത് ജനുവരി 5-നാണല്ലേ? ദേശീയ പക്ഷി ദിനം എന്നാണ്, അത് ജനുവരി 5-നാണ്. ഇനി അടുത്തതായി മറ്റൊരു ചോദ്യം. കുറച്ച് മുന്നേ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2005 കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം രൂപീകരിച്ചതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ഇന്ത്യ ആഘോഷിച്ചത്? 150-ാം വാർഷികമാണ് ആഘോഷിച്ചിരിക്കുന്നത്. എങ്കിൽ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച വർഷമാണെങ്കിൽ 1875 മുതലാണ്. 1875 മുതൽ. ക്ലിയർ? ഇനി 2025 ജനുവരിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായിട്ട് ചേർന്ന രാജ്യം, ബ്രിക്സിൽ 2025 ഔദ്യോഗികമായിട്ട് ചേർന്നിരിക്കുന്ന രാജ്യമാണെങ്കിൽ ഇന്തോനേഷ്യ. നിലവിൽ ബ്രിക്സിൽ എത്ര രാജ്യങ്ങളാണ്? അംഗരാജ്യങ്ങൾ നമുക്കറിയാം, 10 രാജ്യങ്ങൾ അടങ്ങുന്നതാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മറ്റൊരു ചോദ്യമാണ്, 4 മുതൽ 7 കിലോമീറ്റർ വരെ ദൂരെയുള്ള യുദ്ധ ടാങ്കുകൾ തകർക്കുവാൻ വേണ്ടി ശേഷിയുള്ള DRDO അടുത്തിടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിരിക്കുന്ന മിസൈലിൻ്റെ പേരാണെങ്കിൽ നാഗ് MK2 എന്നാണ്. നാഗ് MK2 എന്നാണ് ഈ ഒരു മിസൈലിന് നൽകിയിരിക്കുന്ന പേര്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. PSC ഇനി വരുന്ന എക്സാംസുകളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോണ്ടൻ്റാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. 2 ഡിവൈസസുകൾ ബഹിരാകാശത്തു നിന്നുകൊണ്ട് യോജിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഡോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ ഡോക്കിംഗ് സിസ്റ്റം കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക 4-ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി നമ്മുടെ ഇസ്രോ ഡെവലപ്മെൻറ്റ് ചെയ്ത 2 സാറ്റലൈറ്റുകളാണ്. ഒന്ന് ചേസറും മറ്റൊന്ന് ടാർഗറ്റും. ഇവിടെ ഈ ഡോക്കിങ്ങിനായി ഇരട്ട ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചത് എന്നെന്ന് ചോദിച്ചാൽ 2024 ഡിസംബർ 30-നാണ്. 2024 ഡിസംബർ 30-നാണ് ഇങ്ങനെ ഒരു വിക്ഷേപണം എന്ത് ചെയ്യുന്നത്? ഈ സാറ്റലൈറ്റുകൾ ബഹിരാകാശത്തെ എത്തിപ്പിക്കുന്നത്. ഡോക്കിംഗ് വിജയകരമായി പൂർത്തീകരിച്ചത് എന്നത് ചോദിച്ചാൽ ഡോക്കിംഗ് എന്നാണ് സക്സസ്ഫുൾ ആക്കിയിരിക്കുന്നത്? 2025 ജനുവരി 16-നാണ്. ജനുവരി 16. എങ്കിൽ സ്പേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു ചോദ്യം നമുക്ക് പഠിക്കാം. ചൊവ്വയിലെ വിപുലമായ പരീക്ഷണത്തിന് വേണ്ടി ഇൻജെനുവിറ്റി ഹെലികോപ്റ്ററിൻ്റെ പിൻഗാമിയായിട്ട് നാസ ഡെവലപ്മെൻറ്റ് ചെയ്തിരിക്കുന്ന വാഹനം ഏതെന്ന് ചോദിച്ചാൽ മാർസ് ചോപ്പർ എന്നാണ്. മാർസ് ചോപ്പർ. എന്താണ് ചോദ്യം? സുഹൃത്തുക്കളെ, നമ്മുടെ ഇൻജെനുവിറ്റി എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അത് ഡെവലപ്മെൻറ്റ് ചെയ്തിരിക്കുന്ന രാജ്യം നാസയാണ് അല്ലെങ്കിൽ അമേരിക്കയാണ് നമുക്കറിയാം. അത് പലപ്പോഴും PSC പ്രീവിയസ് ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ മാർസ് ചോപ്പർ, അതായത് ഇൻജെനുവിറ്റിയുടെ പിൻഗാമിയായിട്ട് നാസ കൺസ്ട്രക്ട് ചെയ്ത അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ് അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് അല്ലെങ്കിൽ ഒരു വാഹനമാണ് മാർസ് ചോപ്പർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ന്യൂ ഗ്ലെൻ. എന്താണ് ന്യൂ ഗ്ലെൻ? അതായത് നമ്മുടെ സ്പേസ് മേഖലയിൽ, സ്വകാര്യ സ്പേസ് ടെക്നോളജി മേഖലയിൽ നമുക്കറിയാം സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയാണ് മുന്നിൽ നിൽക്കുന്നത്. എലോൺ മസ്കിൻ്റെ കമ്പനിയായ സ്പേസ് എക്സ് ആണ് മുന്നിൽ നിൽക്കുന്നത്. ആ കമ്പനിയുടെ സ്പേസ് എക്സിൻ്റെ വളരെ വലിയ വാഹനമായ ഫാൽക്കൺ 9 മറികടന്നുകൊണ്ട് നമ്മുടെ ജെഫ് ബെസോസ്, നമുക്കറിയാം ജെഫ് ബെസോസ് ആരാണ്? ജെഫ് ബെസോസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം നമുക്കറിയാം ആമസോണിൻ്റെ സ്ഥാപകനൊക്കെയാണ്. സോ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്പേസ് കമ്പനിയുടെ ഒരു പടുകൂറ്റൻ റോക്കറ്റാണ് ന്യൂ ഗ്ലെൻ എന്ന് പറയുന്നത്. ന്യൂ ഗ്ലെൻ. ക്ലിയർ? സോ ന്യൂ ഗ്ലെന്നിൻ്റെ ആദ്യ ദൗത്യത്തിൻ്റെ പേരാണെങ്കിൽ NG-1 എന്നാണ് അറിയപ്പെടുന്നത്. NG-1. ഇനി വെനസ്വേല പ്രസിഡന്റ് നിക്കോളസ് മദൂറോയുടെ അറസ്റ്റിന് സഹായിക്കുവാൻ
സഹായിക്കുന്നവർക്ക് $25 മില്യൺ നൽകുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട വെനസ്വേലയുടെ നിലവിലെ പ്രസിഡന്റിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പേരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് നിക്കോളാസ് മദുറോയാണ്. നിക്കോളാസ് മദുറോ. എന്തുകൊണ്ടാണ്? അതായത് അമേരിക്കയിലെ ഈ എത്തുന്ന മയക്കുമരുന്നിൻ്റെ ഒരു വലിയൊരു ഭാഗവും എത്തുന്നത് വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ്. സോ അത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്കൻ ഗവൺമെൻറ് അടുത്തിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് വെനസ്വേലയിലെ ഈ പറയുന്ന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്ക് $25 മില്യൺ നൽകും, പാരിതോഷികമായിട്ട് നൽകും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം, 2025 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റ് ആണെങ്കിൽ തർമാൻ ഷൺമുഖരത്നം. അദ്ദേഹത്തിൻ്റെ പേര് തർമാൻ ഷൺമുഖരത്നം എന്നാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും അടുത്തിടെ നാഷണൽ ലീഡേഴ്സ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2025 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റിൻ്റെ പേരാണെങ്കിൽ തർമാൻ ഷൺമുഖരത്നം എന്നാണ്. ഇനി 2025 ഫെബ്രുവരി 11-12 തീയതികളിൽ AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം, 2025 ഫെബ്രുവരിയിൽ AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഫ്രാൻസ് ആണ്. 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനം നടന്ന സജീവ അഗ്നിപർവ്വതം ഏത്? PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. അടുത്തിടെ ഏതെങ്കിലും തരത്തിലുള്ള അഗ്നിസ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ അഗ്നിസ്ഫോടനം നടന്ന മൗണ്ടെയിൻ ഉൾക്കൊള്ളുന്ന രാജ്യം ഏത്? PSC ചോദിക്കാറുണ്ടല്ലോ. എങ്കിൽ മൗണ്ട് ഇബു എന്ന് പറയുന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക ഇന്തോനേഷ്യയിലാണ്. എന്താണ് ചോദ്യം? 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനമുണ്ടായ ഒരു സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് ഇബു. ഇനി മറ്റൊരു ചോദ്യത്തിലോട്ടാണ് ഞാൻ കിടക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, 2025 ജനുവരിയിൽ കാട്ടുതീ മൂലം പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിലാണ്. 2025 ജനുവരിയിൽ കാട്ടുതീ മൂലം പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നതാണെങ്കിൽ കാലിഫോർണിയയിലാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി നമുക്ക് നേരെ കുറച്ച് സ്പോർട്സ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. 2025 പ്രഥമ കോക്കോ ലോകകപ്പിന് വേദിയാവുന്നത് ഇന്ത്യയിലാണ്. പ്രഥമ കോക്കോ വേൾഡ് കപ്പ് 2025 വേദിയാവുന്നതാണെങ്കിൽ ഇന്ത്യയിലാണ്. സോ ഇന്ത്യൻ കോക്കോ ടീമിനെ സ്പോൺസർഷിപ്പ് നൽകിയിരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ ഒഡീഷയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഒഡീഷ. കൂടാതെ ഇവിടെ കോക്കോ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ ഒരു മലയാളി താരമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിഖിൽ എന്നാണ് കേട്ടോ. നിഖിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കൂടാതെ ഈ പുരുഷ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരെന്ന് വെച്ചാൽ പ്രീതിക് വൈഗാർ. അദ്ദേഹത്തിൻ്റെ പേര് പ്രീതിക് വൈഗാർ എന്നാണ്. വനിതാ ടീമിനെ നയിക്കുന്നതാണെങ്കിൽ പ്രിയങ്ക ഇംഗിൾ എന്നാണ്. പ്രിയങ്കയാണ് വനിതാ ടീമിനെ നയിക്കുന്നത്. ഇനി ദേശീയ വോളിബോൾ ചാമ്പ്യൻസ് 2025 പുരുഷ വിഭാഗം ജേതാക്കളായിരിക്കുന്നതാണെങ്കിൽ കേരളമാണ്. ഈ കഴിഞ്ഞു പോയിരിക്കുന്ന ദേശീയ വോളിബോൾ ചാമ്പ്യൻസിൽ 2025 വിജയിച്ചിരിക്കുന്നത് കേരളമാണ്. കേരളം പരാജയപ്പെടുത്തിയത് സർവീസസിനെയാണ്. വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയിരിക്കുന്നതാണെങ്കിൽ അത് റെയിൽവേസ് ആണ്. റെയിൽവേസ് പരാജയപ്പെടുത്തിയിരിക്കുന്ന കേരള ടീമിനെയാണ് അവിടെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഉയർന്ന സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിനെതിരെയാണ് അടുത്തിടെ ഇന്ത്യ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന സ്കോർ നേടിയിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ടീമിനെ, വനിതാ ടീമിനെ നയിക്കുന്ന ക്യാപ്റ്റൻ്റെ പേരാണെങ്കിൽ സ്മൃതി മന്ദാന എന്നാണല്ലോ അവരുടെ പേര്. സ്മൃതി മന്ദാനയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്ന ഇന്ത്യയാണല്ലോ. ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്ന ടീം ഇന്ത്യയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഉയർന്ന സ്കോർ നേടിയിരിക്കുന്നത് കഴിഞ്ഞു പോയിരിക്കുന്ന അയർലൻഡുമായിട്ട് നടന്ന ടൂർണമെൻറ്റിലാണ്. അവിടെ എത്ര റൺസാണ് നേടിയിരിക്കുന്നത്? 435 റൺസാണ് നേടിയിരിക്കുന്നത്. ഓക്കെ. വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയിൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം കൂടിയാണ് സ്മൃതി മന്ദാന. വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം സ്മൃതി മന്ദാന. ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറികൾ നേടുന്ന വനിതാ താരം സ്മൃതി മന്ദാനയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറികൾ നേടുന്ന വനിതാ താരം സ്മൃതി മന്ദാനയാണ്. 2025 സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായിരിക്കുന്നതാണെങ്കിൽ ബാഴ്സലോണയാണ് കേട്ടോ. റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയാണ് ഇവിടെ ബാഴ്സലോണ കിരീടം നേടിയിരിക്കുന്നത്. സോ കഴിഞ്ഞു പോയിരിക്കുന്ന വീക്കിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മൾ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോയിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്യുക.
നിങ്ങൾക്കറിയാവുന്ന കമൻറ്റുകൾ നിങ്ങൾക്കറിയാവുന്ന കോണ്ടൻറ്റുകൾ കൂടി കറണ്ട് അഫേഴ്സുകൾ കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.